ആർജവമായ പ്രാർത്ഥന വേറെ ഒരു സ്ഥലത്തും പോയാൽ കാണാൻ പറ്റില്ല. അതിപ്പോൾ ഒരു ഓർത്തഡോക്സ് പക്ഷപാതിയാണെന്ന് വേണമെങ്കിൽ ഇപ്പൊ ഇവിടെ ഇരിക്കുന്ന എല്ലാവരും ഓർത്തഡോക്സ് കാരണമെങ്കിലും നിങ്ങൾ ആരെങ്കിലും മർത്തുമ സഭയിൽ വന്നവരാരെങ്കിലും പെമ്പിള്ളേർ ആരെങ്കിലും കണ്ടേക്കുമായിരിക്കും. എന്നാൽ പോലും ഞാൻ പറയുകയാണ്, നമ്മുടെ പ്രാർത്ഥനയുടെ ആ ഒരു ആർജവം എന്താണെന്ന് അറിയണമെങ്കിൽ ഇത് നമ്മൾ മനസ്സിരുത്തി വായിക്കുകയും മനസ്സിരുത്തി പ്രാർത്ഥിക്കുകയും വേണം. അല്ലാതെ വായിച്ചിട്ട് കാര്യമില്ല. അങ്ങനെ പറയുമ്പോഴാണ് നമുക്ക് അത് ചെയ്യുന്നത്. നമ്മുടെ ആത്മീയത എന്ന് പറയുന്നത് തിരുമേനിമാർക്കും അച്ചന്മാർക്കും ഉള്ളതാണെന്ന് നമ്മുടെ വിചാരം. അങ്ങനെയല്ല. ആത്മീയത എന്താണെന്ന് അറിയാമോ? ഒരു പാവപ്പെട്ട മനുഷ്യന്റെ കണ്ണീര് കാണുന്നത്, അവന്റെ കണ്ണീര് തുടയ്ക്കാൻ ശ്രമിക്കുന്നത്, അവന്റെ വേദനയിൽ പങ്കുചേരുന്നത്, ഒരു ബുദ്ധിമുട്ട് വേദന അനുഭവിക്കുന്ന ഒരാളിന്റെ വേദന മനസ്സിലാക്കി അവരോടൊത്ത് ചേരുന്നത്, ഇതെല്ലാം ആത്മീയതയാണ്. ഇതാണ് യഥാർത്ഥത്തിലുള്ള ആത്മീയത. ഇതാണ് റിയൽ സ്പിരിച്വാലിറ്റി എന്ന് പറയുന്നത്. ആ സ്പിരിച്വാലിറ്റിയിലേക്ക് വേണം നമ്മൾ വളരേണ്ടത്. അപ്പൊ നമ്മൾ പ്രാർത്ഥന, ഞാൻ എപ്പോഴും എനിക്ക് ഞാൻ പങ്കെടുത്തിട്ടുള്ള വിശുദ്ധ കുർബാനയിൽ ഞങ്ങളുടെ തിരുവനന്തപുരം പള്ളിയിൽ പിന്നെ സെന്റ് ജോർജ് സെന്റ് ഗ്രിഗോറിയോസ് പെരുപ്പിടെ പള്ളിയിൽ അച്ഛൻ കുദാശിക്ക് വന്ന പള്ളിയുണ്ടല്ലോ. അപ്പൊ ഞങ്ങൾക്ക് ഒരു അച്ഛനുണ്ടായിരുന്നു, നാടൻ അച്ഛനാണ്, വലിയ വിദ്യാഭ്യാസം അച്ഛനുണ്ടായിരുന്നു. ഈ അച്ഛനാണെങ്കിൽ പള്ളിയിൽ പ്രസംഗം പിന്നെ കുർബാനയെല്ലാം കഴിഞ്ഞിട്ട് ഈ മറ്റേ കുറേ സമയം ഒന്ന് എടുക്കും. ഈ ആളുകളാണ് ഇങ്ങനെ പറയുന്നത്. അപ്പൊ ഞാൻ അവർക്കിങ്ങനെ ദേഷ്യമുള്ളൂ. ഒന്നാമത് പേരെല്ലാവരും വാച്ച് നോക്കി നിൽക്കുക. 8 മണി അടിച്ചാൽ അപ്പം സമാധാനം തലയിൽ പോകുവീ എന്ന് പറഞ്ഞില്ലെങ്കിൽ അച്ഛന് മാർക്കില്ല. അങ്ങനത്തെ ആൾക്കാരെ അവിടുന്ന് ഞങ്ങൾ തിരുവനന്തപുരം പള്ളിയിലെ ആൾക്കാരെ. അതുകൊണ്ട് അവിടെ എനിക്ക് പ്രസംഗിക്കാൻ വലിയ പാടാണ്. കാരണം അച്ഛൻ പറഞ്ഞ സമയം 5 മിനിറ്റ് പുള്ളെടുക്കല്ലേ എന്ന് ഞാൻ ഇങ്ങനെ നോക്കിക്കൊണ്ട് നിന്നാ സംസാരിക്കുന്നത്. അപ്പൊ ഞാൻ 4:50 6 പറയുമ്പോഴത്തേക്ക് ഞാൻ അങ്ങ് നിർത്തും. അവിടെ കുറെ സ്ത്രീകൾ അയ്യോ സാർ എന്തിനാ നിർത്തിയത് എന്ന് ചോദിക്കും. അവർക്ക് കേൾക്കണമെന്നുണ്ട്, പക്ഷെ നമ്മുടെ ഈ മഹാന്മാർക്ക് കേൾക്കണമെന്നില്ല. അവർക്ക് വേറെ പണിയുണ്ട്, വേറെ ഒരുപാട് കാര്യം. പിന്നെ പിള്ളേർക്കാണെങ്കിൽ ഇപ്പൊ ക്രിക്കറ്റ് മാച്ച് ഉണ്ട്, അപ്പോഴാണ് സാറിന്റെ ഒരു പ്രസംഗം. ഇവിടെ സച്ചിൻ ടെണ്ടുൽക്കർ 100 തേങ്ങാൻ വേണ്ടി നിൽക്കുക. എങ്ങനെയുള്ള ചിന്തകളുണ്ട് ദൈവമൊക്കെ. അപ്പൊ ഈ അച്ഛനാണെങ്കിൽ ഇതൊന്നും ബാധമല്ലാണ്ട് ഒരു ഇപ്പൊ ഇടയ്ക്കൊന്നും അവിടെ ആളുകളിൽ മുറികൊടുക്കും. പിന്നെ അച്ഛൻ ഈ ഇടയ്ക്കൊന്നും പറയും വല്ലതും പറഞ്ഞോ മദ്ബാനൊന്നും ചോദിക്കുക. അതാ ഞാൻ പറയാം, നാട് അച്ഛനാ ഞങ്ങളുടെ അവിടുത്തെ അവിടെയുള്ള ആൾക്കാർക്ക് ഇതൊന്നും പരിചയമില്ലല്ലോ. പിന്നെ ആളുകളൊന്നും പറയില്ല. അപ്പോഴേ ആരെങ്കിലും എന്തെങ്കിലും അച്ഛനെ കുറിച്ച് ചീത്ത പറയുക കുറയുന്നുണ്ട്. അപ്പോഴേ അച്ഛൻ പറയും വല്ലതും പറഞ്ഞോ? എന്നാ എനിക്ക് തോന്നിയതായിരിക്കും എന്ന് പറയും. അപ്പൊ ഈ കാര്യം ഇങ്ങനെ എനിക്ക് അച്ഛനെ വലിയ ഇഷ്ടമായിരുന്നു. അച്ഛന് നല്ല സിൻസിയർ ആയിട്ടുള്ള അച്ഛനായിരുന്നു. അപ്പൊ അച്ഛന് അത് കഴിഞ്ഞ അഞ്ചലിന് പിന്നെ ഒരു ഗ്രാമപ്രദേശത്തെങ്ങാണ്ട് ഒരു സ്ഥലത്തോട്ട് അച്ഛനെ ട്രാൻസ്ഫർ ചെയ്യും. ഒരു കൊച്ചു പാവപ്പെട്ട ആൾക്കാരുടെ പള്ളി. അപ്പൊ അച്ഛൻ പറഞ്ഞു സാറേ ആ പള്ളിയിൽ വന്ന് പ്രസംഗിക്കുകയെന്ന് ചോദിച്ചു. ഞാൻ പിന്നെ എന്താ അവിടെ വരാമെന്ന് പറഞ്ഞു. അപ്പൊ അവിടുത്തെ പറഞ്ഞു അയ്യോ ഇവിടുത്തെ പള്ളിപോലൊന്നും അല്ല, അവിടെ ആൾക്കാർക്ക് കാറും ബസ്സും ഒന്നുമില്ല, എല്ലാം സാധുക്കളാണ്, എല്ലാം കൂലിക്കാരാണ്. അപ്പൊ കൂലിപ്പണി ചെയ്യുന്ന ആൾക്കാർ 10-40 പേരെ ആരേ ഉള്ളൂ, അവിടെ ഒന്നുമില്ല, കയറ്റുവാ പോലും ഇല്ല, അത്ര വിഷമമുള്ള പള്ളിയാണോ. ഞാൻ ആ പള്ളിയിൽ പോയി. ആ പള്ളിയിൽ പോയിട്ട് നമുക്കറിയാമോ, നമ്മൾ ഇന്ന് അച്ഛനെ എഴുതിക്കൊണ്ട് ഞാൻ പറയുന്നില്ല, ഇന്ന് ഈ ബെഞ്ചമിൻ അച്ഛൻ്റെ കുർബാന നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ ശരിക്കും കരിഞ്ഞു പോകും. അത്രമാത്രം എന്ത് സിൻസിയറായിട്ടാണ് നമ്മൾ പ്രയോഗം നടത്തുന്നത്. പ്രത്യേകിച്ച് പ്രിമിയോൺ വായിക്കുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിച്ചു നിൽക്കണം. എന്നാൽ മാത്രം പോരാ, വേറെ ആരുടെയും ഞാനാണെങ്കിൽ എൻ്റെ കണ്ണുകൾ നടക്കും, എനിക്ക് ഒരു അശ്രദ്ധയും ഉണ്ടാവാൻ പാടില്ല. മാത്രമല്ല ഈ പറയുന്ന ഓരോ വരികളും നമ്മൾ ഏറ്റുപറയണം. ഇത് ഞാൻ പഠിച്ചത് ആ പള്ളിയിൽ പോയപ്പോഴാണ്. അവിടെ പാവപ്പെട്ട ആൾക്കാർ ഒരു ഒന്നുമില്ലാത്ത ആൾക്കാരാണ്, 5 വരുമാനമൊന്നുമില്ല, കണ്ടറിയാം, എല്ലാ സാധുക്കളാണ്. അവർ വന്നിട്ട് ഈ പ്രമേയം വായിക്കുമ്പോഴത്തേക്കും മാറത്തടിച്ചിട്ടാ പറയുന്നത്, എന്റെ പിതാമേ ഞങ്ങളോട് കരുണ തോന്നണമേ. അച്ഛൻ പറയുന്ന ഓരോന്നും അവരങ്ങ് ഏറ്റു പറയും. അപ്പൊ അച്ഛനെ ഓരോ വരിയും നിർത്തി ഈ ആളുകൾ ഏറ്റു പറയുന്നത് കഴിഞ്ഞിട്ട് അടുത്ത ലൈൻ വായിക്കത്തുള്ളൂ. ഇത് 5 മിനിറ്റ് കൊണ്ട് തീരുന്ന ഈ പ്രമേയം വായന അത് ഒരു 10 മിനിറ്റ് എങ്കിലും എടുക്കും. ശരിക്കും ആ സമയത്തുണ്ടല്ലോ നമുക്ക് അവിടെ നിൽക്കാൻ പറ്റില്ല. അതും മാതിരിയാണ്. അപ്പൊ ഞാൻ വിളിക്കുക എന്തൊരു പവർഫുൾ ആണ് ആ പ്രയർ. നമ്മള് ഈ സമയത്ത് മിക്കവാറും ആൾക്കാർ ശ്രദ്ധിക്കുന്നേ ഉണ്ടാവില്ല. അച്ഛൻ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത് അത് മതി, നമുക്ക് പറയാൻ പല കാര്യങ്ങളും ഇവിടെ കിടക്കുകയല്ലേ, ഇങ്ങനെയാണ് നമ്മൾ വിചാരിക്കുന്നത്. പക്ഷെ ആ സമയത്ത് നമ്മൾ ശ്രദ്ധിച്ചു നിന്ന് അതിൽ മുഴുകി നിന്ന് ഓരോ വരി പറയുമ്പോഴും അത് പറഞ്ഞ് മനസ്സിലെങ്കിലും അത് ഏറ്റുപറഞ്ഞ്. കാരണം നമ്മുടെ ഈ വലിയ പള്ളികളിലെ ഈ ടൗണിലൊക്കെ ഉള്ള പള്ളികളിലുള്ള പ്രശ്നം, ആളുകൾക്ക് കരയുന്ന മറ്റുള്ളവർ കണ്ടാൽ മോശമല്ലേ എന്നൊരു ചിന്തയുണ്ടാവും. ഒരു മോശമില്ല. എന്തിനാ മോശം? നമ്മൾ ആരുടെ മുമ്പിൽ നിന്നാ കരയുന്നത്? കർത്താവിന്റെ മുമ്പിൽ നിന്നാ കരയുന്നത്. അപ്പൊ അതിനൊക്കെ മറ്റുള്ളവരെ നമുക്ക് നാണക്കേട് വരേണ്ട കാര്യമില്ല. അപ്പൊ ഞാൻ പറയുന്നത് നമ്മൾ വെറുതെ കഴിയണമെന്നല്ല ഞാൻ പറഞ്ഞത്. ഞാൻ പറഞ്ഞ ആത്മാർത്ഥമായിട്ട് നിൽക്കണം. അപ്പൊ കണ്ണിൽ കൂടി കണ്ണുനീര് വന്നാൽ അത് തടയേണ്ട കാര്യമില്ല.
അങ്ങനെ പറയണം. അങ്ങനെ പ്രേയർ നടത്തുമ്പോൾ ഈ പള്ളിയിൽ നിന്നപ്പോഴാണ് അന്ന് എനിക്ക് ഈ വിശുദ്ധ കുർബാനയുടെ ശക്തി എനിക്ക് മനസ്സിലായത്. ഇറ്റ് വാസ് സോ പവർഫുൾ. കാരണം നമുക്കങ്ങ് കൈകളൊക്കെ അങ്ങ് വിറയ്ക്കാൻ തുടങ്ങും. അതുമാതിരിയാണ് അവിടെ അനുഭവപ്പെട്ടത്. ഈ പാവപ്പെട്ട മനുഷ്യർ അവർ ഇതുപോലെ ഇൻവോൾവ് ആയിട്ടാണ് പ്രാർത്ഥിക്കുന്നത്. അപ്പൊ ഇങ്ങനത്തെ ഒരു പ്രാർത്ഥന വേണം. ഇതാണ് ആത്മീയത എന്ന് പറയുന്നത്. അപ്പൊ ഈ ആത്മീയത നമുക്ക്, പക്ഷെ നമ്മളാരും അത് ചെയ്യുന്നില്ല. പ്രത്യേകിച്ച് ഓർത്തഡോക്സുകാർക്കുള്ള ഒരു കുഴപ്പം, നമ്മൾ വളരെ ദൈവത്തോട് വളരെ അടുത്ത ആൾക്കാരാണ്. നമുക്ക് പ്രത്യേകിച്ച് റൂമോട് റിസർവ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് വലിയ പ്രശ്നമൊന്നും ഇല്ല എന്നൊരു വിചാരമുണ്ട്. പക്ഷെ നമ്മൾ ഈ ദേവലോകത്തു നിന്ന് നമ്മൾ ഡിസ്റ്റൻസ് കൂടിക്കൊണ്ടിരിക്കുമ്പോൾ ദൈവത്തോടുള്ള അടുപ്പം കൂടി വരും. ഈ അടുത്തോട്ട് വരുമ്പോൾ കുറഞ്ഞു വരും. കാരണം ഞാൻ ദുബായിൽ പോകുമ്പോഴേ അല്ലെങ്കിൽ ന്യൂയോർക്കിൽ പള്ളിയിലൊക്കെ പ്രസംഗിക്കാൻ പോകുമ്പോൾ ഞാൻ ഒരുമാതിരിപ്പെട്ട എല്ലാ പള്ളിയിലും വിദേശത്ത് പോകുമ്പോഴെല്ലാം എവിടെയെങ്കിലും നമ്മുടെ ചർച്ച ഉണ്ടെങ്കിൽ അവിടെ തേടി പിടിച്ച് പോയിട്ട് അച്ഛനായിട്ട് പരിചയം ഉണ്ടാവില്ല എന്ന് അച്ഛനോട് പറഞ്ഞിട്ട് ഞാൻ ഇന്നാരാണ്, എനിക്ക് 5 വാക്ക് 5 മിനിറ്റ് സംസാരിക്കണം. ഞാൻ ന്യൂയോർക്ക് പള്ളിയിൽ ഈ പ്രസംഗം ഇതേ വിഷയം പറഞ്ഞപ്പോൾ അവിടെയുള്ള ആളുകൾ ഞങ്ങളിങ്ങനൊരു കഥ കേട്ടുപോയില്ലോ, സാറാണല്ലോ ഇത് ആദ്യമായിട്ട് പറയുന്നത്, ഇത് എവിടെ കിട്ടി കഥ എന്നൊക്കെ പറഞ്ഞിങ്ങനെ ആൾക്കാർ ചോദിച്ചു. അപ്പൊ അവർക്ക് they were so happy to hear this. അപ്പൊ ഇത് ഇങ്ങനെ നമ്മൾ അതുകൊണ്ട് നമ്മളിലൊക്കെ ഒരു പൊളിച്ചെടുത്ത് ആവശ്യമാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നമ്മുടെ പള്ളിയിൽ നോക്കി പിന്നെ വരുന്ന രീതികളൊക്കെ ഞാനിന്ന് അതേ സമയം എനിക്ക് കിട്ടിയില്ല. എനിക്ക് ഏറ്റവും വലിയ അനുഗ്രഹം എന്ന് പറയുന്നത് എന്റെ അമ്മച്ചിയാണ്. എന്റെ അച്ഛനെ ആർമിയിലായതുകൊണ്ട് അച്ഛന് വർഷത്തിൽ ഒരു മാസം അച്ഛന് ലീവ് കിട്ടുന്നു. അച്ഛൻ ആ 1 മാസത്തേക്കേ വരുന്നുള്ളൂ. അപ്പൊ ലഡാക്കിലാണെന്ന് അറിയാം, അല്ലെങ്കിൽ പിന്നെ ലാഹോറിലാണ്, അല്ലെങ്കിൽ പിന്നെ വാഗ ബോർഡറിലാണ്, ഇങ്ങനെയൊക്കെ അറിയത്തുള്ളൂ. അപ്പൊ അച്ഛൻ എന്ന് പറഞ്ഞാൽ അച്ഛന് ഭയങ്കര സ്ട്രിക്റ്റ് ആണ്, വലിയ ശുണ്ഠിയുള്ള ആളാണ്. അതുകൊണ്ട് അച്ഛനച്ഛൻ്റെ മുമ്പിൽ ഇരിക്കാൻ പോലും പേടിയാണ്. അപ്പൊ എന്തോ അച്ഛൻ്റെ അടുത്ത് പറയണമെങ്കിലും അമ്മച്ചിയെ നമ്മള് മണിയടിക്കും. എന്നിട്ട് അമ്മച്ചിയുടെ അടുത്ത് പറഞ്ഞിട്ടാണ് അച്ഛനോട് പറയുക. അപ്പൊ ഈ 1 വർഷം 11 മാസവും അപ്പനും അമ്മയും അമ്മയായിരുന്നു. അപ്പൊ അമ്മച്ചിയുടെ അപ്പൻ വലിയ ഭക്തനായിരുന്നു. വലിയ വേദപുസ്തകം വായിക്കുമ്പോൾ ഒരു വലിയ വേദപുസ്തകമുണ്ട്. അപ്പൊ ഒരു പേപ്പർ എടുത്തിട്ട് മടക്കി ഇവിടെ ഇങ്ങനെ വയ്ക്കും. കാരണം പുള്ളിക്കാരൻ ഇങ്ങനെ കൈപിടിച്ചിട്ടാണ് വായിക്കുന്നത്. അപ്പൊ ഞാൻ വലിയ പ്രശ്നം എന്തിനാ ഇങ്ങനെ ഈ പേപ്പർ വെച്ച് വായിക്കുന്നത്? അപ്പൊ അത് ചിലപ്പോൾ വേർപ്പും ഉണ്ട്, ഇവിടെ കീറും. ഇത് കീറാൻ പാടില്ല, കയ്യിലെ വേർപ്പുണ്ട്. അത്ര ഇതാണ് നമ്മൾ കുഞ്ഞുനാളെ കാണുന്ന ഇതൊക്കെയാ. ഈ കുഞ്ഞുങ്ങള് ഇങ്ങനൊന്നും അവർക്കറിയില്ലല്ലോ. അതുകൊണ്ടാണ് ഞാൻ ശരിക്കും അതുകൊണ്ട് ഈ വേദപുസ്തകം എന്ന് പറയുന്നത് ഒരു അത്രമാത്രം റെസ്പെക്റ്റ് ആണ് കൊടുക്കുന്നത്. ഇപ്പൊ CSIക്കാരുടെ പള്ളിയിൽ പോയിട്ടുണ്ടോ? അവര് കുർബാനയ്ക്ക് അച്ഛനും പ്രൊസഷനായിട്ടാണ് വരുന്നത്. വേദപുസ്തകം പിടിച്ചോണ്ടാണ്, ഇങ്ങനെ പിടിച്ചോണ്ടാണ് വരുന്നത്. കണ്ടുപഠിക്കേണ്ട കാര്യമാണ്. നമ്മുടെ വേവൻകുലം വായിക്കുമ്പോൾ അച്ഛന്മാര് ഇതേപോലെ വേദപുസ്തകം മുഴുവൻ നമ്മൾ ശരിക്കും ദാറ്റ് ഈസ് എവറിത്തിങ് ഇസ് ഇൻവോൾവ് ഇൻ ഇറ്റ്. അതാണ് നമ്മുടെ ആധാരം, നമ്മുടെ രക്ഷയല്ല. അപ്പൊ അതുകൊണ്ടാണ് അതിന് പൊക്കി പിടിച്ചോണ്ട് വരുന്നത്. അപ്പൊ അത്രമാത്രം പ്രാധാന്യം അത് കൽപ്പിക്കണം. അപ്പൊ ഞാനിന്ന് പറഞ്ഞത് ഞാൻ 100% സത്യമായിട്ട് ഞാൻ പറഞ്ഞത്. ഞങ്ങളെ പഠിപ്പിച്ചത് തലേന്ന് ശനിയാഴ്ച വൈകുന്നേരം സന്ധ്യാപ്രാർത്ഥന വീട്ടിൽ എല്ലാ ദിവസവും രാവിലെ മെയിൻ. ഇന്ന് ഞാനിന്ന് മുടക്കില്ല, എല്ലാ ദിവസവും ഞങ്ങൾ പ്രാർത്ഥിച്ചിരുന്നു. ആ രാവിലെയും പ്രാർത്ഥിക്കണം, വൈകുന്നേരം നിർബന്ധമായിട്ടും പ്രാർത്ഥിക്കണം. അതിനൊരു 1 അരമണിക്കൂർ മാറ്റി വെച്ചുകൊണ്ട് ഒരു നഷ്ടം ഉണ്ടാവില്ല. ആ സമയത്ത് മാത്രമല്ല, ശനിയാഴ്ച വൈകുന്നേരം ഞായറാഴ്ച രാവിലെ കുർബാനയ്ക്ക് വായിക്കാൻ പോകുന്ന വേദഭാഗം ഏതാണെന്ന് നമ്മൾ കണ്ടുപിടിക്കണം. എന്നിട്ട് ആ ഭാഗത്തെക്കുറിച്ച് നമ്മൾ ധ്യാനിക്കണം. അതിന് എന്താ ഈ പറയുന്നത്, അതിനകത്ത് എന്തെങ്കിലും ഇതുണ്ടോ എന്നൊക്കെ നമ്മളൊന്ന് ഇപ്പൊ നിങ്ങൾക്ക് ആണെങ്കിൽ എന്തെളുപ്പം നേരെ ഗൂഗിൾ ചെയ്യുക, ബൈബിളിൽ അടിച്ച ഉടനെ തന്നെ എല്ലാം വരും. വേദോസിന്റെ നമ്പർ, ഏത് ഭാഗം, സെയിന്റ് ജോൺ 3:16 അടിച്ചു കഴിഞ്ഞാൽ ഉടനെ വരും. അതിനെക്കുറിച്ച് ഇന്റർപ്രിട്ടേഷൻ ഉടനെ കിട്ടും. ഇതുപോലെ എന്താ വേണ്ടത്? അന്ന് ഇതൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പൊ അങ്ങനെ നമ്മൾ പ്രിപ്പയർഡ് ആണ്. അതുകൊണ്ട് എനിക്ക് വാസ്തവത്തില് എന്നെ ഇങ്ങനെ ട്രെയിൻ ചെയ്തുകൊണ്ടാണ് എനിക്ക് പിന്നെ പള്ളിയിൽ ചെന്ന് നിന്നാൽ ചിലപ്പോൾ ചില അച്ഛന്മാർക്ക് എന്നെ അറിയാവുന്നുണ്ടാവും. ചിലപ്പോൾ ഞാൻ ചില ദൂര സ്ഥലത്തൊക്കെ പോകുമ്പോൾ കുറച്ച് വൈകിയായിരിക്കും പോകുന്നത്. കാരണം പള്ളിയൊക്കെ തേടി പിടിച്ചൊക്കെ ചെല്ലുമ്പോൾ അവിടെ കുർബാന തുടങ്ങിക്കാണും. അപ്പൊ മദ്ബാഹിൽ അച്ഛൻ തിരിച്ചു നോക്കുമ്പോൾ എന്നെ കാണുമ്പോൾ ചിലപ്പോൾ ഉടനെ വിശേഷക്കാരനെ പറഞ്ഞായിരിക്കും സാറിനോട് പറയണം, 2 വാക്ക് പറയണം. അപ്പൊ എനിക്ക് ഒരു പ്രയാസവും ഇല്ല. കാരണം ഈ ട്രെയിനിങ് ആണ്. അതുകൊണ്ടാണ് ഏത് ഭാഗം എടുത്താലും പെട്ടെന്ന് നമുക്ക് എന്തെങ്കിലും പറയാൻ സാധിക്കും. അത് ശരിക്കും ഇതിനെ വലിയ പ്രസംഗ പാഠമൊന്നും ആവശ്യമില്ല. ഇത് പ്രസംഗിക്കുന്നൊന്നും നമുക്ക് പറഞ്ഞിട്ടില്ല എന്നൊന്നും തോന്നില്ല. പക്ഷെ ഇതെല്ലാം നമ്മൾ തലേന്നൊക്കെ നോക്കി കണ്ടുപിടിച്ച് ഡു എ ലിറ്റിൽ ബിറ്റ് ഓഫ് റിസർച്ച്, ഗോ ഇൻടു ഇറ്റ്, അണ്ടർസ്റ്റാൻഡ്. ചില വാക്കുകളൊക്കെ സോ പവർഫുൾ, സോ പവർഫുൾ. ഇപ്പൊ ലൂക്കോസ് വിശുദ്ധ മർക്കോസിന്റെ സുവിശേഷം 6-ാം അധ്യായം. കർത്താവ് പള്ളിയിൽ പ്രസംഗിക്കുക. അവന്റെ ഉപദേശം കേട്ട് ആളുകൾക്ക് വിസ്മയിച്ചു.
ഇവൻ എവിടെ നിന്ന് ഇത്രയും ജ്ഞാനം കിട്ടി? ഇവൻ വിദ്യാഭ്യാസം നടത്തിയിട്ടില്ല, സ്കൂളിൽ പോയിട്ടില്ല, കോളേജിൽ പോയിട്ടില്ല, പുസ്തകം വായിച്ചിട്ടില്ല, പിന്നെ എവിടെ നിന്ന് കിട്ടി ഇത്രയും വിവരങ്ങൾ? പുസ്തകം ന്യായപ്രമാണങ്ങളൊക്കെ വായിച്ചിട്ടുണ്ടാവണം. അപ്പൊ അവർ പറയുന്നുണ്ട്, ഇത് മറിയയുടെ മകനല്ലേ, ഇവന്റെ അപ്പനൊരു തച്ചനല്ലേ, ഇവൻ തച്ചന്റെ മകനല്ലേ. തച്ചൻ എന്ന് പറഞ്ഞ കാർപ്പൻറ്റർ, ഈസ് എ സൺ ഓഫ് എ കാർപ്പൻറ്റർ എന്നാ പറയുന്നത്. അപ്പൊ if you look at this and just think about carpenter, you think, and ഞാൻ ചിലപ്പോൾ എനിക്ക് കർത്താവ് കാർപ്പൻറ്റർ ആയതാണ് ഏറ്റവും നല്ലതായത്. കാരണം കർത്താവ് ഒരു കൃഷിക്കാരനായിരുന്നെങ്കിൽ വ്യത്യാസമായി, കൃഷിക്കാരനാണെന്ന് പറയുള്ളൂ. കാർപ്പൻറ്റർ എന്ന് പറയുമ്പോൾ കാർപ്പൻറ്ററുടെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്? അപ്പൊ കാർപ്പൻറ്റർ ഒരു തടി കിട്ടിയാൽ അതിനെ നല്ല ഷേപ്പ് ചെയ്തെടുക്കുന്ന ആളാണ് അല്ലെ. അപ്പൊ നമ്മളെ പോലെയുള്ള തടികളെ കിട്ടുമ്പോൾ കർത്താവ് ഷേപ്പ് ചെയ്തെടുക്കും. അതാണ് കാർപ്പൻറ്ററുടെ ഒരു മേന്മ. അപ്പൊ എത്ര മോശം ചില കാർപ്പൻറ്റേഴ്സ് ഒക്കെ പറയും, നമ്മളിപ്പോ തിരുവനന്തപുരം ഭാഷയിൽ, ഞാൻ തിരുവനന്തപുരംകാരനാണ്, ഞങ്ങളുടെ അടുത്തൊക്കെ നമ്മൾ തടിയിൽ ഉണ്ടാക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ കാർപ്പൻറ്റർ വന്നിട്ട് പറയും, അയ്യേ സാർ ഇത് അയ്യം എന്ന് വെച്ചാൽ മോശം, ഇത് അയ്യം, ഈ തടി കൊള്ളൂല സാർ എന്ന് പറയും. അതെന്താ? ഇത് മാവോ ലാവോ വല്ലോ ആയി. അയാൾക്ക് ഈട്ടി തന്നെ വേണം, ഈട്ടി ഉണ്ടെങ്കിലേ അതിന്റെ തൃപ്തിയാവുള്ളൂ, അല്ലെങ്കിൽ പിന്നെ തേക്ക് വേണം. ഇത് രണ്ടും ആണെങ്കിൽ കുഴപ്പമില്ല. ഇതാണ് സാധാരണ കാർപ്പൻറ്റർമാര്. പക്ഷെ ഈ കാർപ്പൻറ്റർ എങ്ങനത്തെ കാർപ്പൻറ്ററാണ്? ഈ കാർപ്പൻറ്റർക്ക് ഒരു ഈട്ടിയും കിട്ടിയില്ല, ഒരു തേക്കും കിട്ടിയില്ല. കിട്ടിയതെല്ലാം ഫിഷർമെൻ, ഒന്നും അറിയാത്ത, വിദ്യാഭ്യാസം ഇല്ലാത്ത ആൾക്കാരായിരുന്നു. അവിടെയല്ലേ കർത്താവ് വെള്ളാക്കിയെടുത്തത്, ഷേപ്പ് ചെയ്തെടുത്തത്. അപ്പൊ അതൊരു കാർപ്പൻറ്ററിന്റെ കഴിവല്ലേ? അങ്ങനത്തെ ഒരു കാർപ്പൻറ്ററാണ്. ഇപ്പൊ ബാബാതിന് വേണ്ടി 2 ആഴ്ചക്ക് മുമ്പ് പോപ്പിനെ കാണാൻ പോയി. അപ്പൊ തിരുമേനിയോട് ബാബ എന്നോട് പറയായിരുന്നു, ശരിക്കും ഇപ്പോഴത്തെ പോപ്പ് എന്ന് പറയുന്ന ആള് ഒരു അവിശ്വസനീയമായിട്ടുള്ള മനുഷ്യനാണ്. ഇങ്ങനെ ഒരു പോപ്പ് ഇന്ന് വരെ ഉണ്ടായിട്ടില്ല അവര്. ശരിക്കും ഇപ്പൊ ഒരു റെവല്യൂഷൻ ഉണ്ടാകണമെങ്കിൽ ഒരു പക്ഷേ ഈ പോപ്പ് വഴിയായിരിക്കും ഉണ്ടാകാൻ പോകുന്നത്. ഈ പോപ്പ് കാരണം അത്ര സാധുക്കൾക്ക് വേണ്ടി ജീവിക്കുന്ന ഒരു മനുഷ്യന്, ഞാൻ നേരത്തെ പറഞ്ഞ മാതിരിയുള്ള ഈ പാവങ്ങളുടെ കണ്ണീരൊപ്പുന്ന ഒരു ആത്മീയത കാണുന്ന ആളാണ് അദ്ദേഹം. നമ്മുടെ ബാവയെ ചെന്നപ്പോഴത്തേക്കും ഭയങ്കര സ്വീകരണം കൊടുത്തു. കാരണം എന്നിട്ട് പറഞ്ഞു, പിന്നെ പത്രോസിന്റെ പിൻഗാമിയെ കാണാൻ തോമസ് ശ്ലീഹായുടെ പിൻഗാമി വന്നത് സ്വർഗം ഇപ്പോൾ ആനന്ദിക്കുന്നു. ഇത് കൂടുതൽ എന്താ അംഗീകാരം വേണ്ടി? ഏത് പാത്രറ്റീസുകാരൻ എന്ത് പറഞ്ഞാലും നമുക്കെന്താ, അതിലൊന്നും കാര്യമാക്കേണ്ടതില്ല. ഇവിടെ successor of Saint Peter is acknowledging the presence of successor of Saint Thomas. അത് കഴിഞ്ഞിട്ട് പോപ്പ് തിരുമേനിയും ബാവയും കൊണ്ടിട്ട് പള്ളി മുഴുവൻ കാണിച്ചു കൊടുത്തു. എന്നിട്ട് പത്രോസിന്റെ സിംഹാസനം കാണിച്ചു കൊടുത്തു. ഞാനിവിടെ 3 പ്രാവശ്യം വത്തിക്കാനിൽ പോയിട്ടുണ്ട്. എനിക്ക് വത്തിക്കാനിലെ എല്ലാ ഭാഗങ്ങളും കൃത്യമായിട്ട് അറിയാം. ഒരു പ്രാവശ്യം എന്റെ മോളെ പഠിക്കാൻ വേണ്ടിയിട്ട് മിലാനിൽ പോയപ്പോൾ 3 മാസം ലീവ് എടുത്ത് ഇറ്റലിയിൽ താമസിച്ച് ഉള്ള പള്ളികൾ മുഴുവനും ഞാൻ പോയി. എനിക്ക് ഏറ്റവും ആഗ്രഹം പിന്നെ സെയിന്റ് പോളിന്റെ ബിഹഡ് ചെയ്ത പള്ളിയിൽ പോകണം എന്നുള്ളതായിരുന്നു. നമുക്ക് സാധാരണ വിസിറ്റേഴ്സ് പോകുന്ന പള്ളിയല്ല. സെയിന്റ് പോളിനെ ശിരച്ഛേദം ചെയ്യുകയായിരുന്നു. അപ്പൊ അദ്ദേഹത്തിന്റെ കഴുത്ത് ഇങ്ങനെ വെട്ടിപ്പോയ ഈ തല തെറിച്ചിട്ട് 3 പ്രാവശ്യം ബൗൺസ് ചെയ്തു എന്നാണ്. ആ ബൗൺസ് ചെയ്ത സ്ഥലത്തെല്ലാം 3 പിന്നെ ഫൗണ്ടൻസ് വന്നു. ആ ഫൗണ്ടൻസ് ഇപ്പോഴും അതിന്റെ മീതെ അവര് പിന്നെ സ്റ്റീൽ കൊണ്ട് സ്ലാബ് ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പൊ നമ്മൾ ചെടി ഇങ്ങനെ അടുത്ത് വെച്ചാൽ താഴെ നിന്ന് വെള്ളം ഇങ്ങനെ വെള്ളച്ചാട്ടത്തിന്റെ ശബ്ദം കേൾക്കണം. അതൊരു ഇപ്പൊ ഒരു മൊണാസ്ട്രിയാണ്. അവിടെ മെയിൻ വത്തിക്കാനിൽ നിന്ന് കുറെ ദൂരെയാണ്. അതുകൊണ്ട് അവിടെ സാധാരണ വിസിറ്റേഴ്സ് ആരും പോകാറുണ്ട്. അപ്പൊ ഞാനിങ്ങനെ ഒരു കത്തോലിക്ക അച്ഛനെ കൊണ്ടുപിടിച്ച് അച്ഛനടുത്ത് വന്ന് എനിക്ക് ഇങ്ങനെ പോലുള്ള സ്ഥലങ്ങളെല്ലാം ഞാൻ കേട്ടിട്ടുണ്ട്, അവിടെല്ലാം കൊണ്ടുപോകണം എന്ന് പറഞ്ഞു. അച്ഛന് ഒരു മലയാളി അച്ഛനാണ്. അച്ഛനെ പോയി ഞങ്ങൾ ഇങ്ങനെ കന്യാസ്ത്രീ മക്കളൊക്കെ പോയി താമസിച്ച് അതിന് കാശൊന്നും വലിയ ചിലവില്ലാതെ എല്ലായിടത്തും പോയി എല്ലാം കണ്ടു. അപ്പൊ ഇനി കമ്മിങ് ബാക്ക് ടു ദിസ് കർത്താവ്. അപ്പൊ നമ്മുടെ ബാബാതിമേനോട് പിന്നെ പോപ്പ് പറഞ്ഞു, ഇതാണ് പത്രോസിന്റെ സിംഹാസനം. ഈ സിംഹാസനം ഞാൻ ഇരിക്കത്തില്ല. ഞാൻ ഈ സിംഹാസനം നമ്മൾ പറയും തോമാസ് ശ്രീഹാട് സിംഹാസനത്തിൽ ആരൂഢനായി. ഞാൻ ഒരു പ്രാവശ്യം ദേവലോകത്തിൽ നോക്കുമ്പോൾ നമ്മൾ ആദ്യമായിട്ട് ബാബാതിമേനോട് ഓടിച്ച് നമ്മൾ ഈ സിംഹാസനത്തിൽ ആരൂഢനായിരിക്കുന്ന ഈ സിംഹാസനം ഏതാ നോക്കുമ്പോൾ ഒരു തടിക്കസേര. ഇതാണോ സിംഹാസനം എന്ന് ഞാൻ വിചാരിച്ചു. കാരണം നന്ദി വന്നപ്പോൾ നമ്മുടെ ബാബാതിമേനി ഒരു സാധാരണ കസേര ഇരിക്കുക. നമ്മളൊക്കെ വായിക്കുമ്പോൾ നമ്മൾ വിചാരിക്കുന്നതാണ് സ്വർണ്ണം കൊണ്ട് കൊണ്ടാക്കിയിട്ടുള്ളതാണ് വലിയൊരു സിംഹാസനമാണെന്ന്. അപ്പൊ ഈ നമ്മുടെ പോപ്പ് ബാബയോട് പറഞ്ഞു, ഇതാണ് പത്രോസിന്റെ സിംഹാസനം. ഇത് വളരെ ഒരു പിന്നെ എന്താ പറയുക, ഒരു സിമ്പിൾ മാത്രമേ ഉള്ളൂ. പക്ഷെ മൈ ലോർഡ് വാസ് എ കാർപ്പൻറ്റർ. ഐ വിൽ സിറ്റ് ഓൺലി ഇൻ എ വുഡൻ ചെയർ. ഈ പോപ്പ് ഇരിക്കുന്ന വുഡൻ ചെയർ. എന്നിട്ട് ബാബാതിമേനെ കർദിനാൾമാര് താമസിക്കുന്ന സ്ഥലത്ത് താമസിപ്പിച്ചു, വലിയ അവിടെ ആൾക്കാർ. എന്നിട്ട് പിറ്റേ ദിവസം രാവിലെ പുറപ്പെടണമായിരുന്നു.
അപ്പൊ തലേന്ന് രാത്രിയില് യാത്രയെല്ലാം പറഞ്ഞ് എല്ലാം പിരിഞ്ഞു. രാവിലെ തിരുമേനി ബാബ ഇറങ്ങാനായിട്ട് നോക്കുമ്പോൾ വീണ്ടും മുറിയുടെ മുന്നിൽ പോപ്പ് നിൽക്കുക. അദ്ദേഹം എഴുന്നേറ്റ് വന്ന് യാത്രയാക്കാൻ വേണ്ടിയിട്ട് പോപ്പ് വന്ന് റൂമിന്റെ പുറത്ത് വന്ന് നിൽക്കുക. ഏറ്റവും വലിയവനാകുന്നവൻ ഏറ്റവും ചെറിയവനാകുന്ന എന്തൊരു വിനയമാണ്, എന്തൊരു ഹ്യൂമിലിറ്റിയാണ്. ഇപ്പം അദ്ദേഹത്തിന് ആവശ്യമൊന്നുമില്ല. പിന്നെ കാത്തലിക് ചർച്ചിന്റെ ഹെഡ് എന്ന് പറഞ്ഞാല് ലോകത്തിലെ ഏറ്റവും കൂടുതൽ ക്രിസ്ത്യാനികളുള്ള കാത്തലിക് ചർച്ചിന്, അതിന്റെ ഹെഡിന് ഈ 10 12 നമ്മൾ പറയാം 25 അത് ചുമ്മാതാ 1 ലക്ഷമുള്ള ആൾക്കാരുടെ ഒരു പിതാവിനെ ഇത്ര മഹാത്മ്യത്തോടുകൂടി ആദരവോടുകൂടി കാണുന്നത്, ആ മനുഷ്യന്റെ ഒരു ഹ്യൂമിലിറ്റി നോക്കുക. അപ്പൊ ഇതെല്ലാം നമ്മൾ മനസ്സിലാക്കുന്നത് ഈ നമ്മുടെ റിയൽ ക്രിസ്ത്യാനിറ്റി നമുക്ക് അനുഭവഭേദ്യമാകണമെങ്കിൽ നമ്മളുടെ രീതികളിൽ ഒരു വലിയ മാറ്റം ഉണ്ടാകും. ഈ ദുഃഖവെള്ളിയാഴ്ചയുടെ മുമ്പ് പെസഹ വ്യാഴാഴ്ചയ്ക്കും പോപ്പ് അവിടുത്തെ ഒരു പ്രിസണിൽ പോയി അവിടുത്തെ 12 പിള്ളേരെ, ഡ്രഗ് അഡിക്ട്സ് പിള്ളേരെ എടുത്ത് അവരുടെ കാല് കഴുകി അത് ചുംബിച്ചു. അതിനകത്ത് 2 പെൺകുട്ടികളും ഉണ്ടായിരുന്നു. ഇത് വലിയൊരു വിഷയമായിരുന്നു. പറഞ്ഞുകൊണ്ട് ഞാൻ ഈ വിഷയത്തിൽ കുറച്ചും മാറിപ്പോയി. പിന്നെ ഇവിടെ നമ്മുടെ ബോംബെയില് കത്തോലിക്ക കർദിനാൾ വന്നു. വലറിയൻ ഗ്രേഷ്യസ് അല്ല, ഇപ്പോഴത്തെ പുതിയ ഓസ്വാൾഡ് ഗ്രേഷ്യസ് എന്ന് പറയുന്നത്. അപ്പൊ തിരുവനന്തപുരത്ത് അദ്ദേഹം പബ്ലിക് റിസപ്ഷൻ കൊടുത്തു. പബ്ലിക് റിസപ്ഷൻ കൊടുത്തപ്പോൾ ഈ സൂസപ്പാക്കി നമ്മുടെ കാത്തലിക് ആർച്ച് ബിഷപ്പ് എന്റെ നല്ല ഫ്രണ്ടാണ്. അപ്പൊ സൂസപ്പാക്കി ബിഷപ്പ് എന്നെ പറഞ്ഞു ഈ ഓർത്തഡോക്സ് ചർച്ചിനെ പ്രതിനിധാനം ചെയ്ത് ജിജി വന്ന് പ്രസംഗിക്കാമെന്ന് ചോദിച്ചു. പക്ഷെ എനിക്ക് ബിഷപ്പിനെ അറിയില്ല, ഈ കർദിനാളിനെ അറിയത്തില്ല. അപ്പൊ ഇംഗ്ലീഷിൽ സംസാരിക്കണം, അതുകൊണ്ടായിരുന്നു എന്നെ വിളിച്ചത്. പിന്നെ നമ്മൾ പിന്നെന്താ വരാൻ തോന്നുന്നു. ഞങ്ങൾ മാസ്കറ്റ് ഹൗസിൽ വെച്ചിട്ട് സ്വീകരണം കൊടുത്തു. അപ്പൊ നല്ലൊരു സ്വീകരണമായിരുന്നു. അപ്പൊ എന്റെ ഊഴം വന്നു. അപ്പൊ ഞാനിങ്ങനെ എന്തോ പറയണമെന്ന് ഞാൻ വിഷമിച്ചിരിക്കുന്നു. അപ്പൊ പെട്ടെന്ന് എന്റെ മനസ്സിലൊരു ഐഡിയ വന്നു. അത് ഞാൻ പറഞ്ഞു, ഞങ്ങൾക്ക് ഒരു ബിഷപ്പിന്റെ കഥ ഞാൻ പറയാമെന്ന് പറഞ്ഞു തുടങ്ങി. ഒരു ബിഷപ്പ് ഉണ്ടായിരുന്നു. ഒരു ബിഷപ്പ് അദ്ദേഹത്തിന്റെ സെക്രട്ടേറിയറ്റിനെ കൂട്ടി വൈകുന്നേരം നടക്കാൻ പോയി. അപ്പൊ പോയപ്പോൾ സ്വിമ്മിംഗ് പൂൾ കണ്ടപ്പോൾ ബിഷപ്പിനെ സ്വിമ്മിംഗ് പൂളിലോട്ടൊന്ന് ഇറങ്ങിയാൽ കൊള്ളാമെന്ന് വലിയ ആഗ്രഹം. പക്ഷെ മൂപ്പർക്ക് സ്വിമ്മിങ് അറിയത്തില്ല, സ്വിം ചെയ്യാൻ അറിയത്തില്ല, നീന്താൻ അറിയത്തില്ല. എന്നാലും ഒന്ന് സ്വിം ചെയ്താൽ കൊള്ളാമെന്നൊരു ആഗ്രഹം തോന്നി. അപ്പൊ പുള്ളിയുടെ ആഗ്രഹം കണ്ടിട്ട് ഈ ശമാശൻ പറഞ്ഞു, തിരുമേനി ധൈര്യമായിട്ട് അങ്ങോട്ട് ഇറങ്ങുക, എനിക്ക് സ്വിം ചെയ്യാൻ അറിയാം, ഞാൻ മുങ്ങിക്കൊള്ളാമോ? അപ്പോൾ മുങ്ങിപ്പോയാലും മുങ്ങുന്നു, ഞാൻ രക്ഷപ്പെടുത്താൻ പോകും. അത് കഴിഞ്ഞ് രണ്ടും കൽപ്പിച്ച് അവസാനം ബിഷപ്പ് സ്വിമ്മിംഗ് പൂളിലോട്ട് ചാടി. കുറച്ചു കുളിക്കാൻ മുങ്ങിപ്പോയി. മുങ്ങിപ്പോയി കൊള്ളുന്ന വെപ്രാളപ്പെട്ട് ഈ ശമാശന് വളരെ പ്രയാസപ്പെട്ട് അദ്ദേഹം വലിച്ചേഴിച്ച് കരയിൽ കൊണ്ടുവച്ചു. അവിടെയും വെള്ളം ഞാൻ കുടിച്ച് പുള്ളി കുറെ ഛർദ്ദിച്ച് പുള്ളി കുറച്ച് ഫസ്റ്റ് എയ്ഡെല്ലാം കൊടുത്ത് വല്ല വിധേയം പുള്ളി രക്ഷപ്പെടുത്തി കഴിഞ്ഞപ്പോഴത്തേക്കും തിരുമേനി പറഞ്ഞു, നീ എന്നെ രക്ഷപ്പെടുത്തി, എന്ത് വേണമെങ്കിലും ഞാൻ തരാൻ തോന്നുന്നു, എന്താ വേണ്ടത് പറയാം, എന്നെ രക്ഷപ്പെടുത്തിയ ആളാ, എന്ത് വേണം നിനക്ക് തിരിച്ചു. അപ്പൊ പറഞ്ഞു, പിന്നെ ഒരു കാര്യം ചെയ്യാം, നിന്നെ ഞാൻ സ്ട്രേറ്റ് വേ അങ്ങ് വികാരിയച്ഛനായിട്ട് ഏറ്റവും വലിയ പള്ളിയിലെ വികാരിയായിട്ട് ഞാൻ അങ്ങ് നിയമിക്കാമെന്ന്. അപ്പൊ മാഷം പറഞ്ഞു, എന്ത് പൊട്ടിയിരുന്നു, അത് വേണ്ട. അവ പറഞ്ഞു, എന്നാ പിന്നെ അച്ഛനായ കുഴപ്പമില്ല, എന്നാ വികാരി ജനറൽ ആക്കാമെന്ന്. അപ്പോഴും പറഞ്ഞു, വേണ്ട എനിക്ക് വേണ്ടാന്ന്. അവനോ അങ്ങനെ പറയാം, എന്റെ ജീവിതം രക്ഷപ്പെടുത്തിയ ആളല്ലേ, എന്തെങ്കിലും എടുത്തേ പറ്റും. അവ പറഞ്ഞു, എല്ലാം ശരി, നിന്നെ ഞാൻ കോർപ്പിസ്കോപ്പയാക്കാമെന്ന്. അപ്പോഴും പറഞ്ഞു, വേണ്ട. അപ്പോൾ എന്താ പിന്നെ എന്താ വേണ്ടത്? അപ്പോൾ തിരുമേനി നിർബന്ധമാണെങ്കിൽ ഒറ്റ കാര്യം ചെയ്തു തന്നാൽ മതി. എന്താ വേണ്ടത്? ഞാനാണ് തിരുമേനി രക്ഷപ്പെടുത്തിയെന്ന് ആരോട് പറയാതിരുന്നത്. കാരണം ഞാൻ തിരുമേനി രക്ഷപ്പെടുത്തിയെന്ന് അറിഞ്ഞാൽ മറ്റുള്ള അച്ഛന്മാരെല്ലാം കൂടെ എന്നെ കൊല്ലും. നമ്മുടെ ചില ബിഷപ്സിന്റെ ഒക്കെ സ്വഭാവം ഇതുപോലെയാണെന്ന് അച്ഛന്മാർക്ക് പറയാൻ പറ്റത്തില്ല, പറയാൻ പറ്റും, എനിക്കില്ലേ പറയാൻ പറ്റും. അപ്പൊ ഞാനിത് പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞു, ഇങ്ങനത്തെ ഒരു ബിഷപ്പ് ആകണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല. അപ്പൊ ഈ കർദിനാൾ എന്നോട് പറഞ്ഞു, ഞാനിത് എന്ത് ഓർത്തിരിക്കും, അതുകൊണ്ട് ഞാൻ അങ്ങനത്തെ ഒരു ബിഷപ്പ് ആവില്ലായിരുന്നു. ഇനി നമുക്ക് നിർഭാഗ്യവശാല് നമുക്കിപ്പോ ഉള്ള ചില നമ്മളുടെ നേതൃസ്ഥാനത്തിരിക്കുന്ന ആൾക്കാർക്കെല്ലാം ഈ ഒരു സ്വഭാവം, ഈ പോപ്പിന്റെ സ്വഭാവം അല്ല കൈവന്നിരിക്കുന്നത് വലിയ നിർഭാഗ്യമാണ്. പക്ഷെ നമുക്കിപ്പോ നിർത്തിയില്ല, നമ്മൾക്കിപ്പോ അവരെ കുറ്റപ്പെടുത്താനാവില്ല. കാരണം നമ്മളാരും ബിഷപ്പാകാൻ പോയില്ലല്ലോ, നമ്മൾ അച്ചപ്പെട്ടതിന് പോയില്ലല്ലോ, പിന്നെ നമുക്ക് അവരെ കുറ്റപ്പെടുത്താൻ പറ്റും. അപ്പൊ നമുക്ക് ചെയ്യാവുന്നത് നമ്മൾ സ്വയം നന്നാവുക എന്നുള്ളതേ ഏറ്റവും പ്രായോഗികമായിട്ട് നടക്കുള്ളൂ. അതുകൊണ്ട് അതിനാവാനായിട്ട് നമ്മൾ ശ്രമിക്കണം. അതിനുവേണ്ടി ഒരു മാറ്റം ഉണ്ടാക്കണം. ആ മാറ്റം ഉണ്ടാക്കുന്നത് നമ്മുടെ എല്ലാവരും സ്വന്തം വീടുകളിൽ നിന്നായിരിക്കണം. നമ്മുടെ കുഞ്ഞുങ്ങൾ നമ്മൾ അത് കാണിച്ചു കൊടുക്കാതെ അവര് വഴക്ക് പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മുടെ വീട്ടിൽ പിള്ളേരുടെ ഉപയോഗിച്ച് വഴക്കുണ്ടാക്കിയിട്ട് അവരുടെ എന്ത് ചെയ്തെന്ന് പറഞ്ഞാൽ എങ്ങനെ ശരിയാവും?
നമ്മുടെ വീട്ടിൽ കള്ളു കുടിക്കുകയാണെങ്കിൽ അവരോട് കള്ളു കുടിക്കരുതെന്ന് പറഞ്ഞാൽ എങ്ങനെ ശരിയാവും? നമ്മള് പള്ളിയിൽ സമയത്തിന് 7 മണിക്ക് മുമ്പ് പള്ളിയിൽ എത്തുന്നില്ലെങ്കിൽ അവരെ വഴക്ക് പറയുന്നത് നമുക്ക് എന്ത് അടിസ്ഥാനം? അപ്പൊ ഇതിനെല്ലാ സ്ഥലത്തും നമ്മളൊരു മാറ്റം, നമ്മള് ശുഭ്രവസ്ത്രധാരികളായി പോകുന്നില്ലെങ്കിൽ അവര് ടീഷർട്ടും ജീൻസും കീറിയ തുണിയെല്ലാം ഇട്ടുകൊണ്ട് വരുന്ന എങ്ങനെ അവരെ വഴക്ക് പറയാൻ പറ്റും? അപ്പൊ ഇതിനകത്തൊരു മാറ്റം ഉണ്ടാക്കേണ്ടത് നമ്മളത് ചെയ്യാത്തത് കൊണ്ട് നമ്മുടെ കുഞ്ഞുങ്ങൾ വഴിതെറ്റി പോകുന്നു എന്ന് എനിക്ക് ഒരു സംശയം കൂടാതെ എനിക്ക് പറയാൻ സാധിക്കും. കാരണം ഞാൻ ഒരു കൗൺസിലർ ഒന്നുമല്ല, എങ്കിലും ഒരുപാട് നമ്മുടെ ആൾക്കാർ എൻ്റെ അടുത്ത് പലപ്പോഴും പ്രശ്നങ്ങളായിട്ട് വരാറുണ്ട്. പിള്ളേരെ ഉപദേശിക്കണം എന്ന് പറയാറുണ്ട്. എനിക്ക് വേണ്ടപ്പെട്ട ഒരാളുടെ മോള്, അവർ വളരെ ഡിവോട്ടഡ് ആയിട്ടുള്ള ഒരു ഓർത്തഡോക്സ് കുടുംബത്തിലെ ഒരു ഹിന്ദു ചെറുക്കനെ കല്യാണം കഴിച്ചു. അപ്പൊ അവളെ ഒന്ന് ഉപദേശിക്കണം എന്ന് പറഞ്ഞു. അപ്പൊ അവളോട് ചോദിച്ചാ, അങ്കിൾ ബൈബിളിൽ എവിടെയാണ് ഹിന്ദുവിനെ കല്യാണം കഴിക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടുള്ളത്? അതൊന്ന് കാണിച്ചു തന്നാൽ ഞാൻ അങ്ങ് ഉപേക്ഷിക്കാം. എന്തോ പറയുന്നത് കൊച്ചിനോട്? ഇലക്ട്രോണിക്സ് എഞ്ചിനീയറാണ്, ഗോൾഡ് മെഡലിസ്റ്റ് ആണ്, ഭയങ്കര മിടുക്കിയ. എന്താ പറയുക, എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടോ ക്രിസ്ത്യാനിയെ കല്യാണം കഴിക്കാൻ പാടുള്ളൂ? ഇതാണ്. അപ്പൊ ഇവരുടെ ചിന്ത പോകുന്നു നോക്കിക്കോണം. അപ്പൊ കർത്താവിന്റെ എന്റെ രക്ഷ അവൾക്കൂടെ മാത്രമേ ഉള്ളൂ എന്ന് നാഴികയ്ക്ക് 40 വട്ടം പറയുകയും എന്നാൽ ഇതൊന്നും വേണ്ട എന്ന് പറയുകയും ചെയ്തതായിട്ട് ന്യായമില്ല. അപ്പൊ നമ്മൾ അതിനകത്തൊരു മാറ്റം ഉണ്ടാക്കണം. നമ്മുടെ ആത്മീയതയിൽ, നമ്മുടെ രീതികളിൽ മാറ്റം ഉണ്ടാക്കണം. ഒരുപാട് പെട്ടെന്ന് അങ്ങനെ വലിയ മാറ്റം ഉണ്ടാക്കണമെന്ന് ഞാൻ പറയുന്നില്ല. എനിക്ക് ഡൽഹി പള്ളിയില് ന്യൂ ഇയർ ഡേക്ക് പ്രസംഗിക്കാനായിട്ട് അച്ഛൻ പറഞ്ഞു. ഞാൻ പ്രസംഗിച്ചപ്പോൾ ന്യൂ ഇയർ തലേന്ന് ഞാൻ പറഞ്ഞു, ഇങ്ങനെ ഡൽഹി പള്ളിയിലെ ആൾക്കാരെ കുറിച്ച് എനിക്ക് നന്നായിട്ട് അറിയാം. അതുകൊണ്ട് ഞാൻ പറഞ്ഞു, ഈ നമ്മൾ പുതിയ ഡിസിഷൻ ന്യൂ ഇയർ റെസൊല്യൂഷൻ ആയിട്ട് എടുക്കേണ്ടതെന്ന് വെച്ചാൽ ഈ 4 പെഗ് അടിച്ചാലേ ഉറങ്ങത്തുള്ളൂ എന്ന് പറഞ്ഞാൽ ഈ വർഷം മുതൽ 3 ആക്കിക്കോട്ടെ. 3 പെഗ് അടിക്കുന്നവരെല്ലാം 2 ആക്കണം, 2 പെഗുള്ളവർ 1 ആക്കണം. അതുപോലെ പള്ളിയിലെ 8:30 വരുള്ളൂ നിർബന്ധമുള്ളവരെ ഈ വർഷം മുതൽ 8:15 വരണം. 8:15 വരുന്നത് 8 മണിക്ക്, 8 മണിക്ക് വരുന്നത് 7:00. അങ്ങനെ ഒരു ചെറിയ ഇമ്പ്രൂവ്മെന്റ് ഉണ്ടാക്കിയാൽ അത് മതി. അല്ലാതെ എല്ലാവരും 7 മണിക്ക്, അച്ഛൻ പറയും എല്ലാവരും രാവിലെ നമസ്കാരം നോക്കുമ്പോൾ ആ ഒരു മനുഷ്യനില്ല, ഞാൻ കപ്പയാനും മാത്രമേ ഉള്ളൂ, ഇവിടെ പിന്നെ തുബ്ദം വായിക്കുമ്പോഴേ ആളുകളൊക്കെ ഇറങ്ങി വരുന്നത്, ഇങ്ങനെയൊക്കെ വഴക്ക് പറയും. നമ്മുടെ ആളുകൾ ഇങ്ങനെ ചെറിയ ചെറിയ ഇമ്പ്രൂവ്മെന്റ്സ് വരുത്തിയാൽ മതി. അതേ പ്രായോഗികമായിട്ട് ഉള്ളൂ ഇന്നത്തെ കാലത്ത്. അത് ഉണ്ടാക്കാൻ നമ്മൾ ശ്രമിക്കണം എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. ഇത് ഇങ്ങനെ ഒന്നും ഉണ്ടാക്കാമെങ്കിൽ ഒരു ഭയങ്കര മാറ്റമായിരിക്കും. എനിക്ക് എന്റെ അനുഭവത്തിൽ ഞാൻ പറയുക, ഇതൊരു ഇൻവോൾവ്മെന്റ് ഉണ്ടാകാതെ നമ്മൾ പള്ളി കൂടുന്നത് യാതൊരു കാര്യമില്ല. അതുണ്ടാകുമ്പോൾ പ്രാർത്ഥന നീണ്ടുപോയി പരാതി വരില്ല. അച്ഛൻ 8.5 മണിക്കൂർ, 1/2 മണിക്കൂർ കൂടുതൽ എടുത്തു എന്നതിനെ കുറിച്ച് നമ്മൾ അച്ഛനെ പള്ളു പറയത്തില്ല. നമ്മൾ എല്ലാവരും ഇത് തീർന്നു പോയല്ലോ എന്ന് സങ്കടപ്പെട്ട് പള്ളിയിൽ നിൽക്കുന്ന ഒരവസ്ഥ.